ഹലോ എവരിബഡി. ഇന്നലെ ഞാൻ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ഫീഡ്ബാക്കായിട്ട് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിൽ വീഡിയോ ആയത് കാരണം ഡിഫിക്കൽട്ടാവുന്നു. സോ ഞാൻ ഈ വെലോസിറ്റി കൈനമാറ്റിക്സ് ഓഫ് സ്കാര മാനിപ്പുലേറ്റർ അത് ഞാൻ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ദ ലാസ്റ്റ് വൺ. സോ ഇവിടെ സ്കാര മാനിപ്പുലേറ്ററിന് നമ്മൾ ഓൾറെഡി DH കൺവെൻഷൻ യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ ലിങ്ക് പാരാമീറ്റർ ടേബിൾ കണ്ടുപിടിച്ചതും അതിന് അനുസരിച്ചിട്ട് A1 A2 A3 കണ്ടുപിടിച്ചതും എല്ലാം നമ്മൾ ഓൾറെഡി ഫോർവേഡ് കൈനമാറ്റിക്സ് 4th മോഡ്യൂളിൽ ചെയ്തിട്ടുള്ളതാണ്. അവിടെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതനുസരിച്ചിട്ട് A1 A2 മൾട്ടിപ്ലിക്കേഷൻ എന്താണ് ആൻസർ. സിമിലർലി 0T3 എന്താണ് ആൻസർ എന്നുള്ളത് നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇവിടെ ഓർക്കേണ്ട കാര്യം നമ്മൾ ഇത് 0T2 ആണ്. സിമിലർലി A1 എന്ന് പറയുന്നത് 0T1 ആണ്. അതായത് 0T1 കണ്ടുപിടിക്കണമെങ്കിൽ ദാറ്റ് ഇസ് സെയിം ആസ് A1. 0T2 എന്ന് പറയുന്നത് A1 into A2 ആൻഡ് 0T3 എന്ന് പറഞ്ഞാൽ A1 A2 A3 എല്ലാം കൂടി. ഇതിൻ്റെ ബേസിസിൽ നമ്മൾ ആദ്യം ജക്കോബിയൻ മാട്രിക്സ് എഴുതണം. ജക്കോബിയൻ മാട്രിക്സ് എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നോക്കേണ്ടത് ജോയിൻറ്റിൻ്റെ കണ്ടീഷനാണ്. ജോയിൻറ്റ് ഇവിടെ നോക്കുവാണെങ്കിൽ റെവല്യൂട്ട് ജോയിൻ്റ് ആണ്. ദിസ് ജോയിൻറ്റ് അതും ഒരു റെവല്യൂട്ട് ജോയിൻ്റ് ആണ്. മൂന്നാമത്തത് പ്രിസ്മാറ്റിക് ജോയിൻ്റ് ആണ്. ഓൾറെഡി നമ്മൾ പഠിച്ചതനുസരിച്ചിട്ട് പ്രിസ്മാറ്റിക് ജോയിൻ്റ് ആണെങ്കിൽ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. റെവല്യൂട്ട് ജോയിൻ്റ് ആണെങ്കിൽ ഈ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പ്രിസ്മാറ്റിക്കിൽ ഐൻ്റെ വാല്യൂ കറൻറ്റ് ജോയിൻറ്റ് നമ്പർ ഏതാണെന്നുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ജോയിൻ്റ് ആണ്, സെക്കൻഡ് ജോയിൻ്റ് ആണ്, തേർഡ് ജോയിൻ്റ് ആണെങ്കിൽ ഐൻ്റെ വാല്യൂ 1, 2, 3 റെസ്പെക്റ്റീവ്ലി ആയിരിക്കും. അതേസമയം റെവല്യൂട്ട് ജോയിൻറ്റിലും സെയിം തന്നെ ഇക്വേഷനാണ്. പക്ഷേ രണ്ടാമത്തെ ഇക്വേഷനിൽ 0DN എന്ന് പറയുന്ന നമ്പർ ഓഫ് ജോയിൻറ്റ്സ് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 3 ജോയിൻറ്റ്സ് ആണ് നമ്മൾ പഠിക്കുന്നത്. സോ 0D3 ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസസിൽ. 0DI-1 അഗെയിൻ ഐ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കറൻ്റ്ലി ഏത് ജോയിൻറ്റിനെ പറ്റിയാണ് എഴുതുന്നത് അതാണ്. സോ ഇതാണ് ആ 6 വാല്യൂസ്. ഒരു കോളത്തിൽ എഴുതേണ്ട 6 വാല്യൂസ് പ്രിസ്മാറ്റിക് ആണെങ്കിൽ, ഒരു കോളത്തിൽ എഴുതേണ്ട 6 വാല്യൂസ് റെവല്യൂട്ട് ആണെങ്കിൽ, ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഇൻറ്റു സൈൻ ക്രോസ് പ്രൊഡക്റ്റിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ലെറ്റ് us go back. നമ്മൾ സ്കാര മാനിപ്പുലേറ്ററുടെ നമ്മൾ നോക്കി. സ്കാര മാനിപ്പുലേറ്റർ അനുസരിച്ചിട്ട് രണ്ട് റെവല്യൂട്ട് ജോയിൻറ്റും ഒരു പ്രിസ്മാറ്റിക്കുമാണ്. അതനുസരിച്ചിട്ട് 2 റെവല്യൂട്ട് ജോയിൻറ്റിൻ്റെ നമ്മൾ ഇക്വേഷൻ എഴുതി. മൂന്നാമത്തത് പ്രിസ്മാറ്റിക്കിൻ്റെ നമ്മൾ ഇക്വേഷൻ എഴുതി. ഇനി ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ട കാര്യം 0R0, സിമിലർലി 0R1, അതേപോലെ 0R2 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, വളരെ പ്രധാനമായിട്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ് ഏതെങ്കിലും നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനകത്ത് 4x4 മാട്രിക്സ് ആണെങ്കിൽ പോലും ആ 4x4 മാട്രിക്സിനകത്ത് ആദ്യത്തെ 3x3 മാട്രിക്സ് എന്ന് പറയുന്നത് റൊട്ടേഷണൽ മാട്രിക്സ് ആണ്, അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ്റെ മാട്രിക്സ് ആണ്. താഴെ 3 സീറോസ്. അവസാനത്തെ കോളം എന്ന് പറയുന്നത് അതിനകത്തെ 3 വാല്യൂസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് D ആണ്. D ട്രാൻസ്ലേഷൻ മോഷൻ. അപ്പം പൊസിഷൻ ആണ് D പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 3 ഡയമെൻഷനിൽ പൊസിഷൻ പറയണമെങ്കിൽ XYZൻ്റെ വാല്യൂ വേണം. ആ XYZൻ്റെ വാല്യൂ ആണ് ഇവിടെ D തരുന്നത്. അതേസമയം R 3x3 മാട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൊസിഷൻ Dയിലുള്ള ഫ്രെയിമിൻ്റെ ഓറിയൻറ്റേഷനാണ് R. അപ്പോൾ ആ ആറിൻ്റെ വാല്യൂ ആണ് ബേസിക്കലി ഇവിടെ നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അതനുസരിച്ചിട്ട് ഇപ്പം ഇത് 0TI ആണെങ്കിൽ ആറിൻ്റെ ഇതും 0RI ആയിരിക്കും. ഇത് 0DI ആയിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 0
R1 ആണെങ്കിൽ നമ്മൾ 0T1 കണ്ടുപിടിക്കണം. അതിനകത്തുനിന്ന് 3x3 മാട്രിക്സ് റൊട്ടേഷൻ്റെ എടുക്കണം. 0D1 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മൾ 0T1 കണ്ടുപിടിക്കണം ഇവിടെ, എന്നിട്ട് 0D1 ആണ് എടുക്കേണ്ടത്. അപ്പോൾ എന്താണെങ്കിലും റൊട്ടേഷൻ, അതായത് ഓറിയൻറ്റേഷൻ അറിയണമെങ്കിലും അല്ലെങ്കിൽ റൊട്ടേഷൻ അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഇതിനെ പൊസിഷൻ അറിയണമെന്നെങ്കിലും നമ്മൾ ട്രാൻസ്ഫോർമേഷൻ മാട്രിക്സ് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ 0T1 കണ്ടുപിടിച്ചിരിക്കുന്നത്, 0T2 കണ്ടുപിടിച്ചിരിക്കുന്നത്, 0T3 കണ്ടുപിടിച്ചിരിക്കുന്നത്. അതനുസരിച്ചിട്ട് 0R0 എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു, 0R0 എന്ന് പറഞ്ഞാൽ സീറോ ഫ്രെയിമിൽ നിന്ന് 0 ഫ്രെയിമിലോട്ട് പോകുന്നു. അപ്പോൾ 0 ഫ്രെയിമിൽ നിന്ന് 0 ഫ്രെയിമിലോട്ട് പോവുകയാണെങ്കിൽ റൊട്ടേഷൻ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഐഡൻറ്റിറ്റി മാട്രിക്സ് ആയിരിക്കും. ഐഡൻറ്റിറ്റി മാട്രിക്സിൻ്റെ കൂടെ നമ്മൾ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നോ ആ വാല്യൂ തന്നെ വരും. സോ ഇവിടെ ആൻസർ 001 ആണ്. അടുത്തത് 0R1 ആണ് കണ്ടുപിടിക്കേണ്ടത്. 0R1 കണ്ടുപിടിക്കണമെങ്കിൽ 0T1 അറിയണം. 0T1 എന്ന് പറഞ്ഞാൽ ഏതാണ്? 0T1 എന്ന് പറഞ്ഞാൽ A1 ആണ്. A1 മൂന്നാമത്തെ കോളമാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. കാരണം എന്താ? കാരണം 0R1 കൂടെ ഇത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. ഓൾവേസ് റിമെമ്പർ, നമ്മളിപ്പം ഒരു മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഞാൻ ഇവിടെ ജസ്റ്റ് സൈഡിലായിട്ട് കാണിക്കുക. അപ്പം നമുക്കൊരു 3x3 മാട്രിക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 3x3 മാട്രിക്സിൻ്റെ 3 വാല്യൂസിൻ്റെ കൂടെ ഞാൻ ഒരു വെക്റ്റർ മാട്രിക്സ് ജസ്റ്റ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ലെറ്റ് ദിസ് ബി എ, ദിസ് ബി ബി, ദിസ് ബി സി. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴെന്താ, നമ്മളിത് ഇവിടെ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെ എ ആയിട്ട് എഴുതും, ഇതിനെ ബി ആയിട്ട് എഴുതും, ഇതിനെ സി ആയിട്ട് എഴുതും. എന്നിട്ട് ഇത് രണ്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് ഇത് രണ്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ പ്ലസ് ഇത് രണ്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, അതായിരിക്കും ഇവിടുത്തെ ആൻസറായിട്ട് വരിക. സിമിലർലി രണ്ടാമത്തെ വാല്യൂവിൻ്റെ ആൻസർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എയുടെ മൾട്ടിപ്ലിക്കേഷൻ ഇതായിട്ട് നടത്തണം, ബിയുടെ മൾട്ടിപ്ലിക്കേഷൻ ഇതായിട്ട് നടത്തണം, സിയുടെ മൾട്ടിപ്ലിക്കേഷൻ ഇതായിട്ട് നടത്തണം, 3 എണ്ണം കൂടി ആഡ് ചെയ്യണം. ഓക്കെ. പക്ഷേ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് സപ്പോസ് എ ബി സിയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0 1 0 ആണ്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും 0യുടെ എന്ത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും അത് 0 ആയി പോകും. അപ്പോൾ ഈ 2 കോളത്തിൽ ഏത് വാല്യൂസ് 0 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും അത് 0 ആവും. അപ്പോൾ ശരിക്കും 0 1 0 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ആൻസറായിട്ട് വരാൻ പോകുന്നത് ഈ നടുക്കത്തെ സെറ്റ് ഓഫ് വാല്യൂസ് മാത്രമായിരിക്കും. അതേസമയം 0 0 1 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ ബാക്കിയുള്ളതെല്ലാം പോവും. ഇതിൻ്റെ കീഴെ വരുന്ന 3 വാല്യൂസ് ആയിരിക്കും നമുക്ക് ആൻസറായിട്ട് ഫൈനലി കിട്ടാൻ പോകുന്നത്. സോ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ റോബോട്ടിക്സിൻ്റെ കേസിനകത്ത് ഒരുപാട് 0s and 1s ഒരുപാട് മൾട്ടിപ്ലിക്കേഷൻ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. മൾട്ടിപ്ലിക്കേഷൻ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. ഓക്കെ. സോ 0R1 കൂടെ 001 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മൂന്നാമത്തെ കോളം ഓഫ് 0R1 എടുക്കുന്നു. 0R1 എന്ന് പറഞ്ഞാൽ 0T1 മൂന്നാമത്തെ കോളം 001 ആണ്. അപ്പോൾ അത് നമുക്ക് ആൻസറായിട്ട് കിട്ടി. സിമിലർലി 0R2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന അനുസരിച്ചിട്ട് 0R2 മൂന്നാമത്തെ കോളമാണ് നമ്മൾ എടുക്കേണ്ടത്. കറക്റ്റ്. സോ 0R2 എന്ന് പറഞ്ഞാൽ 0T2 മൂന്നാമത്തെ കോളം എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ആ 0 വാല്യൂ ആണ് നമ്മളിവിടെ എഴുതുന്നത്. ഇനി ഇത് 3 എണ്ണം വെച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി എഴുതാൻ പറ്റും, ഇത് കംപ്ലീറ്റ്ലി എഴുതാൻ പറ്റും, ഇതും എഴുതാൻ പറ്റും. ഇവിടെ ഇനി എഴുതണമെങ്കിൽ ഈ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 0D3 0D0 അതേപോലെ 0D1 കണ്ടുപിടിക്കേണ്ടതുണ്ട്. 0D0 എന്ന് പറയുന്നത് സ്ട്രൈറ്റ് അവേ 0 ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് 000 ആയിരിക്കും. 0D3 കണ്ടുപിടിക്കണമെങ്കിൽ 0T3 അറിയേണ്ടതുണ്ട്. 0T3 നിന്ന് ഈ ലാസ്റ്റ് കോളത്തിൻ്റെ 3 വാല്യൂസാണ് നമുക്ക് 0D3 ആയിട്ട് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അത് ആസ് സച്ച് നമ്മൾ ഷോർട്ട് ഫോമിൽ H1 H2 H3 ആയിട്ട് എഴുതുന്നു. ചില ടെക്സ്റ്റ് ബുക്കിൽ L1 L2 L3 ആയിട്ട് എടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഓൾറെഡി L1 L2 ലിങ്ക് ലെന്ത് ആയിട്ട് തന്നിട്ടുണ്ട്. അത് കാരണം നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ആവശ്യമില്ലെന്നല്ല, നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ H ആയിട്ട് യൂസ് ചെയ്തത്. സോ ഈ പറയുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് നമുക്ക് H1 H2 H3 ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. സിമിലർലി 0D1 എന്ന് പറയണമെങ്കിൽ 0T1 4ാമത്തെ കോളം. സോ 0T1 എന്ന് പറയുന്ന അതിൻ്റെ 4ാമത്തെ കോളമാണ് D ആയിട്ട് വരുന്നത്. കറക്റ്റ്.
ഈ 3 വാല്യൂസ്, ആ 3 വാല്യൂസ് എടുത്തിട്ട് ഞാൻ എഴുതി. 0t3 ഓൾറെഡി എഴുതിയിട്ടുണ്ട്, ഇതാണ് 0d3. ആ 0d3ന്ന് നമ്മൾ ഈ വാല്യൂസ് ഇൻഡിവിജ്വലി സബ്സ്ട്രാക്ട് ചെയ്യുമ്പം ഇത് പോവും, ഈ ഒരു വാല്യൂ പോവും, സിമിലർലി ഈ വാല്യൂ പോവും അല്ലേ. ബാക്കി വരുന്നതാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഞാൻ അതിനെ H4 H5 H6 എന്ന് പറഞ്ഞ് എഴുതി. നെക്സ്റ്റ് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മളിവിടെ ക്രോസ് പ്രൊഡക്റ്റ് ആണ് ചെയ്യേണ്ടത്. ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ നേരത്തെ കണ്ടുപിടിച്ച വാല്യൂസ് ആസ് സച്ച് എഴുതിയിട്ട് ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് നമുക്കറിയാം 3 ആയിട്ട് എഴുതും. ഇവിടെയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഐൻ്റെ കൂടെ എന്താണെന്ന് വെച്ചാൽ 0 × H3 മൈനസ് H2 × 1. അപ്പോൾ 0 × H3 എന്ന് പറയുന്നത് 0 ആണ്, മൈനസ് ഓഫ് H2. സോ ഇതിൻ്റെ ആൻസർ മൈനസ് ഓഫ് H2 വരും. അപ്പോൾ ഐ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഐ എഴുതും, പിന്നെ ജെ എഴുതും, പിന്നെ കെ എഴുതും. അപ്പോൾ അതിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന അനുസരിച്ചിട്ട് നമുക്ക് ഐൻ്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത് മൈനസ് H2 ആയിരുന്നു, അത് കാരണം ആൻസർ മൈനസ് H2 എഴുതി. നെക്സ്റ്റ് ഇതേപോലെ നമ്മൾ ജെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ജെയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ഇവിടുന്ന് 0 × H3 മൈനസ് H1 × 1. അപ്പോൾ 0 × H3 എന്ന് പറഞ്ഞാൽ 0 ആണ്, മൈനസ് ഓഫ് H1 വരും. പക്ഷേ ആ മൈനസ് ഓഫ് H1ൻ്റെ കൂടെ ജെ എഴുതുമ്പോഴത്തേക്ക് നമ്മൾ മൈനസ് ഓഫ് ജെ ആണ് എടുക്കുന്നത്. ഓർമ്മയുണ്ടാവും, ആദ്യത്തെ പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്, അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ മൈനസിൻ്റെ കൂടെ ഈ മൈനസ് H1 കൂടി പോകുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ H1 ആണ് കിട്ടുന്നത്. അപ്പോൾ അത് കൊണ്ട് നമുക്ക് ജെയുടെ വാല്യൂ H1 ആയി. നമ്മളവിടെ രണ്ടാമത്തെ പൊസിഷനിൽ നമ്മൾ H1ൻ്റെ വാല്യൂ എഴുതി. മൂന്നാമത്തെ കേസിൽ ഇതേപോലെ കെയുടെയാണ്. അപ്പോൾ അതിന് ഈ രണ്ടെണ്ണമാണ് നമ്മൾ നോക്കേണ്ടത്. 0 × H2 മൈനസ് H1 × 0, രണ്ടും കൂടി 0 0 0 ആണ്. സോ 0 ഇസ് ദ ആൻസർ. അതേപോലെ രണ്ടാമത്തതിൻ്റെ നമ്മൾ ഇതേപോലെ ക്രോസ് പ്രൊഡക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ആൻസർ കിട്ടും. ഈ രണ്ട് ആൻസറും നമുക്ക് ഡയറക്റ്റ്ലി ഈ സ്ഥാനത്ത്, ഈ ഇക്വേഷന് പകരം ഏത് സ്ഥാനത്താണ്, ജക്കോബിയൻ്റെ നമ്മൾ വരച്ചിരിക്കുന്ന ഇതിനകത്ത് ഈ ഭാഗത്തായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബാക്കി താഴെ എഴുതാനുള്ളത് നമ്മൾ ഓൾറെഡി ഇവിടെ 0 0 1 കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 0 0 1 കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രിസ്മാറ്റിക് ആയതുകൊണ്ട് ഇവിടെ ആൻസർ എപ്പോഴും 0 0 0 ആയിരിക്കും. ബാക്കിയുള്ളത് 0R2ൻ്റെ സ്ഥാനത്ത് 0 0 -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ജക്കോബിയൻ മാട്രിക്സ് ആണിത്. എന്തിനാണ് നമ്മൾ ജക്കോബിയൻ മാട്രിക്സ് കണ്ടുപിടിക്കുന്നത്? കാരണം ജക്കോബിയൻ മാട്രിക്സ് ആണ് വെലോസിറ്റിയും നമ്മുടെ ജോയിൻറ്റിൻ്റെ വേരിയബിളുടെ ഡിഫറൻസിയേഷൻ, അതായത് ജോയിൻറ്റ് വെലോസിറ്റിയും തമ്മിൽ ലിങ്ക് ചെയ്യുന്നത്. എൻഡ് എഫക്ടർ എന്ത് സ്പീഡിൽ വർക്ക് ചെയ്യണമെന്നുള്ളത് തീരുമാനിക്കുന്നത് ജോയിൻറ്റിൻ്റെ സ്പീഡാണ്. ഇതൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ സപ്പോസ് ടേബിൾ ടെന്നീസ് കളിക്കുകയാണ്. ഞാൻ എന്ത് ഫാസ്റ്റായിട്ട് ടേബിൾ ടെന്നീസ് കളിക്കുന്നോ എന്ന് തീരുമാനിക്കുന്ന എൻ്റെ റിസ്റ്റ് ജോയിൻറ്റും എൻ്റെ എൽബോ ജോയിൻറ്റും എൻ്റെ ഷോൾഡർ ജോയിൻറ്റുമാണ്. അതിനെത്ര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ അത്രയും ഫാസ്റ്റായിട്ട് എൻ്റെ ടേബിൾ ടെന്നീസ് റാക്കറ്റ് മൂവ് ചെയ്യും. സോ ഈ ജക്കോബിയൻ മാട്രിക്സ് വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്ന വെലോസിറ്റി ഓഫ് എൻഡ് എഫക്ടർ ആണ്. വെലോസിറ്റി ഓഫ് എൻഡ് എഫക്ടർ രണ്ടായിട്ട് ഡിഫൈൻ ചെയ്യാം. ഒന്നെങ്കിൽ ലീനിയർ വെലോസിറ്റി Vx Vy Vz ആയിട്ട് ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി ωx ωy ωz ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്തെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമുക്കൊരു ജക്കോബിയൻ മാട്രിക്സ് ഉണ്ട്. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനായിട്ട് ഇവിടെ θ1 ഡോട്ട് θ2 ഡോട്ട് d3 ഡോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ സ്കാര മാനിപ്പുലേറ്റർ ആണല്ലോ നമ്മൾ എടുത്തത്. അപ്പോൾ സ്കാര മാനിപ്പുലേറ്ററുടെ ഫസ്റ്റ് ജോയിൻറ്റിൻ്റെ സ്പീഡ്, സെക്കൻഡ് ജോയിൻറ്റിൻ്റെ സ്പീഡ്, മൂന്നാമത്തെ ജോയിൻറ്റിൻ്റെ സ്പീഡ്. ഫസ്റ്റ് ജോയിൻറ്റിൻ്റെ പൊസിഷൻ എന്താണ്? θ1. പൊസിഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് സ്പീഡ് കിട്ടും. അതേപോലെ θ2 ഇസ് ദ പൊസിഷൻ ഓഫ് രണ്ടാമത്തെ ജോയിൻറ്റിൻ്റെയാണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് രണ്ടാമത്തെ ജോയിൻറ്റിൻ്റെ വെലോസിറ്റി കിട്ടും. അതേപോലെ മൂന്നാമത്തെ ജോയിൻറ്റിൻ്റെ വെലോസിറ്റിയും കിട്ടും. ഈ മൂന്നെണ്ണത്തിൻ്റെയും വെലോസിറ്റി വെച്ചിട്ടാണ് ഈ എൻഡ് എഫക്ടറിൽ കിടക്കുന്ന പോയിന്റ് എത്ര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാമെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. അതിന് വേണ്ടിയിട്ട് ഇക്വേഷൻ എഴുതണമെങ്കിൽ ഈ ജക്കോബിയൻ മാട്രിക്സ് എഴുതേണ്ട അത്യാവശ്യമാണ്. ഈ ജക്കോബിയൻ മാട്രിക്സ് എഴുതാനുള്ള ടെക്നീക്കാണ് നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചിരിക്കുന്ന അനുസരിച്ചിട്ട് ഈ ഇക്വേഷൻസ് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി എന്ന് നമ്മൾ പറയുന്നത്.
അങ്ങനെയാണ് നമ്മൾ ജക്കോബിയൻ മാട്രിക്സ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി ഇതനുസരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പം വി എക്സ്, ഇപ്പോൾ നോക്കിക്കേ ഈ ആൻസറിൻ്റെ അർത്ഥം എന്താണ്? ഈ ആൻസറിൻ്റെ അർത്ഥം എന്താണ്? ഞാനിവിടെ H2 ഉണ്ട്, H3 ഉണ്ട്. ഞാനിതിനെ ഒന്നും ഒരിക്കലും എന്താ പറയേണ്ടത്, ഒരിക്കലും ഞാനിതിനെ ഫുൾ ഫോം ആയിട്ട് ഞാൻ എഴുതിയിട്ടില്ല. അതായത് H2 എന്താണെന്നുള്ളത് ഞാനിവിടെ ഡിഫൈൻ ചെയ്ത് എഴുതിയിട്ടില്ല. കാരണം H2 H5 ഇതിനകത്ത് ഇമ്പോർട്ടൻസ് എന്ത് കാര്യത്തിനാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ വി എക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതൊക്കെ ജോയിൻറ്റിൻ്റെ സ്പീഡിലാണ്? ഫസ്റ്റും സെക്കൻഡ് ജോയിൻറ്റിൻ്റെ സ്പീഡിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വി എക്സ്. അതായത് എൻഡ് എഫക്റ്റർ എക്സ് ഡയറക്ഷനിൽ എത്ര സ്പീഡിൽ മൂവ് ചെയ്യും എന്ന് ഫസ്റ്റിൻ്റെയും സെക്കൻഡ് ജോയിൻറ്റിൻ്റെയും സ്പീഡാണ് തീരുമാനിക്കുന്നത്. അതേപോലെ വി വൈ ഡയറക്ഷൻ, അതായത് വൈ ഡയറക്ഷനിലുള്ള എൻഡ് എഫക്റ്ററുടെ വെലോസിറ്റി എന്ത് ഫാസ്റ്റ് ആണെന്നുള്ളത് തീരുമാനിക്കുന്നത് ഫസ്റ്റ് ജോയിൻറ്റും സെക്കൻഡ് ജോയിൻറ്റും തന്നെ. അതേസമയം സെഡ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി തീരുമാനിക്കുന്നത് മൂന്നാമത്തെ ജോയിൻറ്റിൻ്റെ വെലോസിറ്റി മാത്രമാണ്. ആംഗുലർ വെലോസിറ്റി പറയുകയാണെങ്കിൽ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ഇല്ല, സെഡ് ഡയറക്ഷനിലുള്ള ആംഗുലർ വെലോസിറ്റിയാണ്. ആ ആംഗുലർ വെലോസിറ്റി ആണെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫസ്റ്റും സെക്കൻഡിൻ്റെയും ജോയിൻറ്റ് വെലോസിറ്റിയുടെ ബേസിസിലാണ്. അപ്പം അതാണ് ഈ ലാസ്റ്റിൽ നമ്മൾ വെലോസിറ്റി കൈനമാറ്റിക്കിൻ്റെ ഇക്വേഷൻ എഴുതുന്നത് കൊണ്ടുള്ള നമ്മളുടെ മെയിൻ എയിം. അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും. സോ ഇപ്പം നമുക്ക് ഏകദേശം മനസ്സിലായി വെലോസിറ്റി കൈനമാറ്റിക്സ് എങ്ങനെ എഴുതണമെന്നുള്ളത്. അതനുസരിച്ചിട്ട് ഫൈനലി നമ്മൾ കണ്ടുപിടിക്കേണ്ട ആൻസറാണ്. ഇനി ഇപ്പം ഞാൻ ഇതിനകത്ത് സ്കാര മാനിപ്പുലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ എഴുതി വെച്ചു. പക്ഷേ എക്സാമിൽ എങ്ങനെ ചോദിക്കുക? എക്സാമിൽ വെലോസിറ്റി കൈനമാറ്റിക്സ് ഓഫ് സ്കാര മാനിപ്പുലേറ്റർ ഡിറൈവ് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ നമ്മൾ ഈ ഫുൾ ഡെറിവേഷൻ എഴുതണം. ചിലപ്പോൾ അതല്ലായിരിക്കും, നമുക്ക് ഏതെങ്കിലും ഒരു സ്കാര മാനിപ്പുലേറ്റർ ഇതേപോലെ വരച്ചു തരും. അതിനകത്ത് ചിലപ്പം ആക്സിസ് വരച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ആക്സിസ് വരച്ചിട്ടുണ്ടാവില്ല, നമുക്കറിയില്ല. ചിലപ്പോൾ ഇതേപോലെ ഒരു ഡയഗ്രാം വരച്ചിട്ട് ആക്സിസ് ഒന്നും വരയ്ക്കാതെ ഡയറക്റ്റ്ലി ലിങ്ക് പാരാമീറ്റർ ടേബിൾ തരും. അപ്പം ആക്സിസ് വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആക്സിസ് ഈ ഫ്രെയിം വരയ്ക്കേണ്ട ആവശ്യം എപ്പോഴാണ് നമുക്ക് വരുന്നത്? ഫ്രെയിം വരയ്ക്കേണ്ട ആവശ്യം വരുന്ന ലിങ്ക് പാരാമീറ്റർ ടേബിൾ ഇല്ലാത്തപ്പോഴാണ്. ലിങ്ക് പാരാമീറ്റർ ടേബിൾ ഓൾറെഡി തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഫ്രെയിം വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ചെയ്താൽ മതി. അപ്പം യൂണിവേഴ്സിറ്റിയിൽ ഇതുവരെ ഈ മോഡ്യൂളിൽ കേന്ദ്രീകരിച്ചിട്ട് ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ജനറലി ഞാൻ കണ്ടിരിക്കുന്നത് അവർ നമ്മുടെ ഡെറിവേഷൻ ചോദിക്കുന്ന മാതിരി വെലോസിറ്റി കൈനമാറ്റിക്സ് ഓഫ് സ്കാര മാനിപ്പുലേറ്റർ ചോദിക്കും, അല്ലെങ്കിൽ വെലോസിറ്റി കൈനമാറ്റിക്സ് ഓഫ് കാർട്ടീഷ്യൻ മാനിപ്പുലേറ്റർ ചോദിക്കും. അങ്ങനെ നമ്മൾ 5 ടൈപ്പ് റോബോട്ടിക് ആമാണ് പഠിച്ചിരിക്കുന്ന. ആ 5 എണ്ണത്തിൻ്റെയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു.